ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മഴതോറും മുമ്പ് സീരിയലിൻ്റെ നാളത്തെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹരിയെയും രോഹിത്തിനെയും ബാക്കി രണ്ടുപേരെയും കൂടെ ചേർത്ത് അവർ ശരണ്യയെ പീഡിപ്പിച്ച് ആ ഒരു വീട്ടിലെ തെളിവെടുപ്പിനായിട്ട് വരികയാണ്. അപ്പോൾ തെളിവെടുപ്പിനായിട്ട് എത്തിക്കഴിയുമ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട്, ഇവളെ എങ്ങനെയാണ് ഈ കുട്ടിയെ നിങ്ങളിവിടെ കൊണ്ടുവന്നതും ആരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് വീട്ടിലും എന്നുള്ളതൊക്കെ വിശദമായിട്ട് പോലീസ് ചോദിക്കേണ്ട. അപ്പം എല്ലാം കൃത്യമായിട്ട് ഹരി അങ്ങ് നിന്ന് ഒരു കൂസലും ഇല്ലാണ്ട് മറുപടി പറയുകയാണ്. ഇത് കേട്ട പോലീസ് ഒറ്റ കറങ്ങിയാണ് ഹരി വന്ന് നേരെ നിന്നത്. അമ്മാതിരി ഒരു കീറം കൊടുത്തു. നിനക്ക് എത്ര ധൈര്യം ഇരിക്കുന്നടാ, നാണമുണ്ടോടാ നിനക്ക്? എന്നിട്ട് ബാക്കി എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ എത്തിയപ്പം അവൾക്ക് സംശയം ഒന്നും തോന്നിയില്ലേ? അപ്പം ഹരി പറഞ്ഞു, അത് എൻ്റെ ഫ്രണ്ട്, അതായത് ഈ നിൽക്കുന്നതിൽ നരൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാണ് അവളെ കൊണ്ടുവരുന്നത്. ബർത്ത്ഡേ പാർട്ടി കൂടിയിട്ട് താമസിയാതെ തന്നെ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പം പോലീസ് പറഞ്ഞു, എടാ നിന്നെ സമ്മതിക്കണം, ഒരു പെൺകുട്ടിയെ പ്രേമിക്കണു എന്ന് പറഞ്ഞിട്ട് ഇമാതിരി ഒരു വേല നീ കാണിച്ച ആ പെൺകുട്ടിയെ നാടകീയമായിട്ട് നീ കൊണ്ടുവന്നല്ലോടാ, നിന്നെ സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസ് തള്ളി വിടുകയാണ്. എന്നിട്ട് 4 നിരത്തി നിർത്തിക്കണേ. എന്നിട്ട് പറയടാ, നീയൊക്കെ എന്തൊക്കെയാടാ ചെയ്തതെന്ന്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, സാറേ ഞാൻ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല, നിർത്തടാ നിൻ്റെ അഭ്യാസം നിർത്തടാന്ന് പറഞ്ഞ് പോലീസ് ആക്കണം. അപ്പോഴേക്കും രോഹിത് തല കുനിക്കേണ്ട, തല നിവർത്തി വെക്കണമെന്ന് പറഞ്ഞ് ഒച്ചയെടുക്കണം കേട്ടോ. എന്നിട്ട് പോലീസ് ചോദിക്കണം, വിശദമായിട്ട് പറയും, എന്നിട്ട് എന്താക്കോ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹരി പറയുന്നുണ്ട്, കാറിലിരുത്തി കൊണ്ടുവന്ന സമയത്ത് തന്നെ അവൾക്ക് കുറച്ച് വെള്ളത്തിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്തായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും അവൾക്ക് തലയ്ക്കൊക്കെ ഒരു വല്ലാത്തൊരു ഹാങ് പോലെ ആയിട്ടാണ് അവൾ വന്ന് കയറിയത്. അതുകൊണ്ട് അവൾക്ക് പിന്നെ വേറെ സംശയമോ അങ്ങനെയൊന്നുമില്ല, എന്തോ തല കറങ്ങുന്ന പോലുള്ളൊരു ഫീലിങ്സ് മാത്രമായിരുന്നു. എന്നിട്ടോ പറയടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരി അടുത്ത് പറയാണ്, അത് കഴിഞ്ഞ് സാറേ ഞാൻ അവളെ ഒന്ന് കിടത്താമെന്നും പറഞ്ഞ് ബെഡ്റൂമിലോട്ട് കൊണ്ടുപോയി. അപ്പോഴേക്കും അതിലെ പോലീസ് പറഞ്ഞു, ഒരു പെൺകുട്ടിയെ പുറകെ നടന്ന് പ്രണയിച്ച് വിവാഹ വാഗ്ദാനം ചെയ്തിട്ട് ഇത്രയും ഒരു കൊടും ക്രൂരത, നീ അവളെ മിസ്യൂസ് ചെയ്യുക മാത്രമല്ല സുഹൃത്തുക്കൾക്കും കൂടെ കാഴ്ചവെച്ച നിന്നെ സമ്മതിക്കണമെന്നും പറഞ്ഞ് ഒരൊറ്റ കീറ് വീണ്ടും കൊടുക്കേണ്ടത്. ഹരിക്ക് നല്ല കീറ് ഒന്നൊന്നരയായിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് പറയടാ ബാക്കി എന്തൊക്കെയാടാ ഇവിടെ വന്നപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ രോഹിത് പറയുന്നുണ്ട്, സാറേ ഹരി ശരണ്യയെ കൊണ്ട് ഇവിടെ വന്ന സമയത്ത് ഞാനും ഇവിടെ ഉണ്ട്, ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. നീയൊക്കെ എന്ത് ചെയ്യായിരുന്നു ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ പിന്നെ ഇവിടെ ബിയറൊക്കെ ഉണ്ടായിരുന്നു, അത് കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ടുള്ള കലാപ്രകടനങ്ങൾ ആയിക്കോട്ടെ. എന്നിട്ടോ എനിക്ക് മദ്യപിച്ച് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ ഞാൻ പിന്നെ ആ പെൺകുട്ടിയെ അവിടെ കൊണ്ട് കിടത്തിയ റൂമിലോട്ട് ഞാൻ പോയില്ല. അപ്പോഴേക്കും ഹരി ബാക്കി 2 പേരും കൂടെ ചേർന്ന് ആ മുറിയിലോട്ട് കയറിയായിരുന്നു. അപ്പോഴേക്കും അവൾ പൂർണ്ണമായിട്ടും ഉറങ്ങിയായിരുന്നു, മയക്കത്തിലോട്ട് പോയായിരുന്നു സാർ. ഞാൻ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല എന്നും പറഞ്ഞ് രോഹിത് പറയുകയാണ്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, നിൻ്റെ അഭ്യാസമൊന്നും പറയണ്ട, നീ ഒന്നും ചെയ്തില്ല എന്ന്, മദ്യപിച്ച് ആർമാദിച്ചിട്ട് നീ ഇപ്പം എന്തുവാടാ നീ ഈ പറയണേന്ന് പറഞ്ഞ് പോലീസുകാർ അവനെയും ദേഷ്യപ്പെടണം കേട്ടോ. ഇല്ല സാറേ, ഞാൻ 3 പേരും അകത്ത് കയറിയെങ്കിലും എനിക്ക് എൻ്റെ മനസ്സ് ഒട്ടും തന്നെ എനിക്ക് ആയില്ല, ഞാൻ ആ നിമിഷം തന്നെ പുറത്തേക്ക് ഓടുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി 2 അടുത്ത് ചോദിക്കുകയാണ്, നീയൊക്കെ ഇടമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ ഇന്നതുപോലെയൊക്കെ ചെയ്തു, ഇതാണെന്നൊക്കെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഉള്ള ജനരോക്ഷം മൊത്തം അവിടെ ചുറ്റിനും കൂടുകയാണ് കേട്ടോ. സാറേ അവന്മാരെയൊക്കെ ഇറക്കി വിടുക, ഇവനൊക്കെ തിന്ന് കൊഴുത്ത് എല്ലിൻ്റെ ഇടയിൽ കയറിയവന്മാരെ സാറേ, ഇവനൊക്കെ പുറംലോകത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇറങ്ങും. ഇവനെയൊക്കെ പണത്തിൻ്റെ ഹുങ്കാണ് സാറേ, ഇവനെയൊന്നും വെറുതെ വിടല്ലേ, ഇവനൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി പുറത്ത് വിലസി നടക്കും സാറേ, ഇവനെയൊക്കെ നമ്മുടെ കയ്യിൽ വിട്ട് താട്ടെ സാറേ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പിച്ചി ചീന്തിയ നികൃഷ്ടന്മാരാണ് അവർ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കല്ലും മറ്റൊക്കെ എടുത്ത് ഒരുപാട് വയലൻ്റ് ആവുകയാണ്. ഇതേ സമയം ഒരുത്തൻ എടുത്തിയാടി അകത്ത് കയറണം. പക്ഷേ അപ്പോഴേക്കും പോലീസ് പിടിച്ച് മാറ്റി അവന് 2 അടിയൊക്കെ കൊടുത്ത് ഇങ്ങനെ വിടുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ. ഈ കൂട്ടത്തിലുള്ള ഒരാൾ, അതായത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുത്തൻ വയലൻ്റായിട്ട് ഇറങ്ങി
ഇറങ്ങി വന്നതാണ്. ഇതേ സമയം പോലീസുകാർ വ്യക്തമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വ്യക്തമായിട്ട് ഹരി ഒരു കൂസലും ഇല്ലാണ്ട് പറയുന്നുണ്ട്. പക്ഷേ രോഹിത്ത് ഇതേ സമയം ഒന്നും അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ രോഹിത്ത് പറയണത് എന്തെന്ന് വെച്ചാൽ താൻ ഇതിലേക്കൊന്നും ചെന്നു മദ്യപിച്ചു എന്നല്ലാണ്ട് താൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എന്ന് തീർത്ത് പറയണം കേട്ടോ. പക്ഷേ ഇത് വിശ്വസിക്കാൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ട്രാപ്പിലാക്കി എല്ലാം ആക്കി പിന്നെ മദ്യപിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ പോലീസുകാർ പൊട്ടന്മാരാണോ? അവന്നുണ്ട് രോഹിത്തിൻ്റെ വാക്കുകൾക്ക് വലിയ വിലയൊന്നും അവർ കൊടുത്തില്ല. അപ്പോൾ ഇതേ സമയം നമ്മുടെ ശിവശങ്കറിന് നാട്ടിൽ വന്നിട്ട് ഈ വാർത്തയും വക്കീലന്മാരെ വിളിച്ച് സംസാരിച്ചതൊക്കെ വെച്ചിട്ട് തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് നേരിടാൻ പറ്റില്ല. അതുകൊണ്ട് രാജീവേ നീയും കൂടെ വാന്ന് പറഞ്ഞ് രാജീവ് സ്ഥലത്തെത്തുകയാണ്. അപ്പോൾ രാജീവ് സ്ഥലത്ത് എത്തുകയാണ്. എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ശിവശങ്കരൻ പറയുന്നുണ്ട്, എടാ ഞാൻ 2-3 നല്ല വക്കീലന്മാരെ തന്നെയാണ് പോയി കണ്ടത്, പക്ഷേ യാതൊരു കാര്യവുമില്ല. കാര്യം എന്ന് വെച്ചാൽ ജാമ്യം കിട്ടണ വകുപ്പേ അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതിന് ശേഷം ഇവരെ ഇവിടുത്തെ തെളിവെടുപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോയിട്ട് ഇനി കോടതിയിലോട്ട് ഹാജരാക്കിയാണ്. അപ്പോൾ നമ്മുടെ ശിവശങ്കരൻ പറയുന്നുണ്ട്, എടാ കോടതിയിൽ വരുമ്പോഴെങ്കിലും അവനൊന്ന് പോയി കാണണ്ടേ. അപ്പം മനു വഴക്ക് പറയണം, അച്ഛൻ ഇത് എന്ത് ഭാവിച്ച അവിടോട്ട് ചെന്ന് തല കൊണ്ട് വെച്ചെടുത്തോണ്ടല്ലോ പുറം ലോകം പിന്നെ കാണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞ് നീ വരണ്ട, എൻ്റെ മോനാ അവന്, എനിക്ക് അവനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴൊന്നും മോൻ്റെ സ്നേഹം കാണിച്ചിട്ട് ഒരു കാര്യമില്ല ചാ. അന്ന് ഞാൻ ഓരോന്ന് പറഞ്ഞു തരുമ്പം ഈ അമ്മ എന്നെ കുറ്റപ്പെടുത്താനാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ രോഹിത്തിനെ കുറ്റപ്പെടുത്തും. അന്ന് അലീനയുടെ പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ ഈ ഹരിക്കും രോഹിത്തിനും തക്കതായ ഒരു ഇത് കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഒരു കെണിയിൽ ചെന്നവന്മാർ ചാടില്ലായിരുന്നു എന്നൊക്കെ മനു പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കമല പറയുന്നുണ്ട്, അതെ ഇപ്പം അതും ഇതും പറഞ്ഞിരിക്കാനുള്ള സമയമില്ല ശിവേട്ട, ഇവൻ്റെ വാക്കും കേട്ട് നിങ്ങളിരിക്കേണ്ട. രാജീവൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ കുട്ടി എത്ര ദിവസമായിട്ട് ഈ പോലീസുകാരുടെ തല്ലും ഇടിയും കൊണ്ട് കിടക്കണോ? ഇതൊന്നും അല്ല ഇനി കിട്ടാൻ കിടക്കുന്നല്ലോ. ആ പെൺകുട്ടീനെ മൊഴി അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഈ മനു ഒരുപാട് ഇതാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതൊക്കെ കേട്ടിട്ട് കമലയ്ക്കും ആകെ ഒരു ടെൻഷൻ ആവുകയാണ്, എന്തായിരിക്കും. അപ്പോൾ ശിവശങ്കറിന് രാജീവും അറിയാവുന്ന നല്ല എന്ന് വെച്ചാൽ നല്ല ഫീസുള്ള അത്യാവശ്യം ഇങ്ങനത്തെ കേസ് ഏറ്റെടുക്കുന്ന 1-2 വക്കീലന്മാരെ വിളിക്കുകയും അതിനെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അവർ സംസാരത്തിൽ നിന്ന് തന്നെ അവർക്ക് കാര്യം മനസ്സിലായി, എന്തായാലും ഇതിന് ജാമ്യം കിട്ടാൻ വകുപ്പ് വളരെ കുറവാണ് എന്നാണ്. കാരണം ഇവർ തെറ്റ് ചെയ്തു. ഒന്നാമത് ബോക്സോ കേസാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഇത്രയും മൃഗീയമായിട്ട് കൂട്ടുകാരെയും കൂടെ വെച്ച് ഇത്രയും വലിയൊരു റേപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ലോകം അറിഞ്ഞൊരു കേസാണ്. അങ്ങനെയൊന്നും ഊരിപ്പോറിൽ നടപടി ആവണ കേസല്ല എന്ന് വക്കീലന്മാർ പറയണം. അപ്പോൾ അവർക്കും ആകെ ടെൻഷനായി. പണം കൊടുത്തൊന്നും വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് അവർക്കും മനസ്സിലാവുകയാണ്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരെയാണ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സാറേ ഡോക്ടറെ ഞാൻ വീട്ടിലോട്ട് പൊക്കോട്ടെ, കാര്യങ്ങളെല്ലാം ഡോക്ടർക്ക് അറിയാമല്ലോ, അപ്പോൾ എനിക്ക് വീട്ടിൽ പോകാറായെങ്കിൽ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുമോ തൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും, പക്ഷേ എന്ത് പറയാനാണ്, മക്കളെയൊക്കെ വളർത്തുമ്പോൾ അതിൻ്റേതായ രീതിയിൽ വളർത്തണ്ടേ. സോറി കേട്ടോ, ഞാൻ ഈ സമയത്ത് അത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്നാലും അത്രയ്ക്കും വെറും ക്രൂരമായിട്ടുള്ള ഒരു കേസായിപ്പോയല്ലോ ഇതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പാവം ബാലചന്ദ്രന് ഇതൊക്കെ കേട്ടിരിക്കാനല്ലേ പറ്റൂ. ഇപ്പോൾ ഡോക്ടറൊന്നുമല്ല, ഇനി വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ സമൂഹം മൊത്തം കുറ്റപ്പെടുത്തിയാലും ഒരച്ഛൻ ജന്മം നൽകി പോയില്ലേ മകന്, അതെല്ലാം കേട്ടേ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇവർ രാജീവിനെയും ഹരിയെയൊക്കെ കോടതിയിലോട്ട് കൊണ്ടുവരണം. അപ്പം നമ്മുടെ ശിവശങ്കരനും നമ്മുടെ ഹരിയെയും രോഹിത്തിനെയും മറ്റ് 2മാരെയും കൂടെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരണം. ഇതേ സമയം നമ്മുടെ രാജീവും ശിവശങ്കരനും കൂടെ കോടതിയിലോട്ട് പോവാണ്. ഇവരൊന്ന് കാണാനും എന്താ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ പോവാണ്. അപ്പോൾ ഇത് പോകുന്ന സമയത്ത് ശിവശങ്കരൻ്റെ ഫോണിലോട്ട് ഒരു കോള് വരികയാണ്. അപ്പോൾ നമ്മുടെ വൈജയന്തി വിളിക്കുകയാണ്. അപ്പം വൈജയന്തി വിളിച്ച് ശിവേട്ട എവിടെയാണ്? അപ്പോൾ പറയുന്നത് ഞാൻ ഇങ്ങനെ കോടതിയിലോട്ട് പോവാണ്. വൈജയന്തിയെന്ന് ചോദിക്കാം. അതെ എന്തായും ശിവേട്ട, എങ്ങനെയെങ്കിലും അവരെ പുറത്തിറക്കാൻ പറ്റുമോ? എത്ര ലക്ഷം മുടക്കിയാലും വേണ്ടൂല, എങ്ങനെയെങ്കിലും അവരെ ഒന്ന് പുറത്തിറക്കാൻ നോക്കുക. നമ്മളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് വൈജയ, പക്ഷേ ഇത് അമ്പിലും വലിയൊരു അടുക്കണ ഒരു കേസല്ല എന്ന് പറയുന്നുണ്ട്. അതെ, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പൈസ കൊടുത്ത് ഒതുക്കിയാലോ. നീ അവിടെ കിടന്നുകൊണ്ട് ഈ ആവശ്യമില്ലാത്തതൊന്നും പറയല്ലേ വൈജയ, ഇതിലോട്ടൊക്കെ ചെന്ന് തല വെച്ച് അങ്ങോട്ട്
അങ്ങോട്ട് ഇറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ജീവൻ പോലും ബാക്കി കിട്ടില്ല. അങ്ങനത്തെ ഒരു കേസാണ്. നിനക്ക് അകത്ത് കിടക്കണോണ്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ മൊത്തത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണിത്. ഇത് അവരെ ഒന്ന് കാണാൻ പോലും നമുക്ക് അവസരം കിട്ടുമോ എന്നുള്ളത് പോലും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ആകെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇവരെ തെളിവെടുപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പിന്നീട് കോടതിയിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ കേസ് ഇനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ശിവനും രാജീവും കൂടെ ചേർന്ന് ഇനിയിപ്പോൾ രോഹിത്തിനെയും നമ്മുടെ ഹരിയെയും പുറത്തിറക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ ഏത് റൂട്ടിലേക്കാണ് പോകുന്നതെന്നൊക്കെ. അപ്പോൾ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡ് ഏകദേശം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ മാറ്റങ്ങൾ, ചിലപ്പോൾ ചില സീനുകൾ പിറ്റേ ദിവസവും ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് ഇൻട്രോ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.